ഹായ് ഓൾ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് മാസത്തിലെ ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ ഇന്ന് ഡേ 16 ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ദേശീയ കൃഷി വിജ്ഞാൻ കേന്ദ്രം 2020 സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ദേശീയ കൃഷി വിജ്ഞാൻ കേന്ദ്ര 2020 സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ന്യൂഡൽഹിയാണ് കേട്ടോ. അടുത്ത് നോക്കാം. ലോക വൃക്ക ദിനം എന്നാണ്? ലോക വൃക്ക ദിനം മാർച്ച് 12-നാണ്. മാർച്ച് 12-നാണ് ലോക വൃക്ക ദിനം. നെക്സ്റ്റ് വൺ നോക്കാം. അന്താരാഷ്ട്ര സന്തോഷ ദിനം എന്നാണ്? അന്താരാഷ്ട്ര സന്തോഷ ദിനം മാർച്ച് 20-നാണ്. അന്താരാഷ്ട്ര സന്തോഷ ദിനം എന്നാണ്? മാർച്ച് 20. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യ റബ്ബർ മീറ്റ് 2020 നടന്നത് എവിടെയാണ്? ഇന്ത്യ റബ്ബർ മീറ്റ് 2020 നടന്നത് എവിടെയാണ്? മാമല്ലപുരം കേട്ടോ. മാമല്ലപുരത്താണ് ഇന്ത്യ റബ്ബർ മീറ്റ് 2020 നടന്നത്. അടുത്ത് നോക്കാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പുതുച്ചേരി. ഓക്കെ, പുതുച്ചേരിയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം. അടുത്ത് നോക്കാം. 2020 മാർച്ച് മാസത്തിൽ നടന്ന MG യൂണിവേഴ്സിറ്റി കലോത്സവം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആർട്ടിക്കിൾ 14 എന്നാണ് കേട്ടോ. 2020 മാർച്ച് മാസത്തിൽ നടന്ന MG യൂണിവേഴ്സിറ്റി കലോത്സവം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആർട്ടിക്കിൾ 14. അടുത്ത് നോക്കാം. കേരള സർക്കാർ പുറത്തിറക്കിയ ലഹരി വിരുദ്ധ മൊബൈൽ ആപ്പ് ഏതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, യോദ്ധാവ്. ഓക്കെ, കേരള സർക്കാർ പുറത്തിറക്കിയ ലഹരി വിരുദ്ധ മൊബൈൽ ആപ്പ് ഏതാണ്? യോദ്ധാവാണ്. അടുത്ത് നോക്കാം. ഫ്രാൻസിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ആരാണ്? ജാവേദ് അഷ്റഫ്. ഫ്രാൻസിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ ആരാണ്? ജാവേദ് അഷ്റഫ്. 2020 വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. 2020 വനിതാ T20 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ് കേട്ടോ, ഓർത്തു വയ്ക്കുക. നെക്സ്റ്റ് വൺ. നാരി ശക്തി പുരസ്കാരം നേടിയ ആലപ്പുഴ സ്വദേശിനി ആരാണ്? കാർത്യാനി അമ്മയാണ് കേട്ടോ. നാരി ശക്തി പുരസ്കാരം നേടിയ ആലപ്പുഴ സ്വദേശിനി ആരാണ്? കാർത്യായനി അമ്മ. 2020 മാർച്ചിൽ നിയമിതനായ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് ഭൂഷൺ പാണ്ഡെ. ഓക്കെ, 2020 മാർച്ചിൽ നിയമിതനായ പുതിയ ധനകാര്യ സെക്രട്ടറി ആരാണ്? അജയ് ഭൂഷൺ പാണ്ഡെ. അടുത്ത് നോക്കാം. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ദിശ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ദിശ ടോൾ ഫ്രീ നമ്പർ 1056 1056 കേട്ടോ. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ദിശ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1056. അടുത്ത് നോക്കാം. കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1075. കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1075. കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ദിശ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1056. തിരിഞ്ഞു പോരുത് കേട്ടോ. ഒരെണ്ണം 1056ഉം ദിശയാണെങ്കിൽ 1056ഉം അതേപോലെ തന്നെ കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1075 ആണ്. അടുത്ത് നോക്കാം. വ്യാജ ഫോൺ കോളുകൾ ഉപയോഗിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നത് തടയാൻ കേരള പോലീസിൻ്റെ കീഴിലുള്ള സൈബർ സെല്ലിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ബി സേഫ് ആണ് കേട്ടോ. വ്യാജ ഫോൺ കോളുകൾ ഉപയോഗിച്ച് ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്നത് തടയാൻ കേരള പോലീസിൻ്റെ കീഴിലുള്ള സൈബർ സെല്ലിൻ്റെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ബി സേഫ്. അടുത്ത് നോക്കാം. സപ്ലൈകോയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി 2020 മാർച്ചിൽ നിയമിതനായത് ആരാണ്? PM അലി അസ്ഗർ പാഷ. ആരാണ്? PM അലി അസ്ഗർ പാഷ. സപ്ലൈകോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി 2020 മാർച്ചിൽ നിയമിതനായത് ആരാണ്? PM അലി അസ്ഗർ പാഷ. നെക്സ്റ്റ് വൺ നോക്കാം. പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡൻ്റാകുന്ന ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ T വിജയകുമാർ. ഓക്കെ, പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ PRCI കേട്ടോ. പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡൻ്റാകുന്ന ആദ്യ മലയാളി ആരാണ്? ഡോക്ടർ T വിജയകുമാർ. അടുത്ത് നോക്കാം. 2020 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാൻ ആരാണ്? TAS മണി. ഓക്കെ, 2020 മാർച്ചിൽ അന്തരിച്ച പ്രശസ്ത മൃദംഗ വിദ്വാനാണ് TAS മണി. അടുത്ത് നോക്കാം.
ദിനോസറിൻ്റെ കുട്ടി എന്ന ചെറുകഥാ സംഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇ ഹരികുമാർ. ഓക്കെ, ദിനോസറിൻ്റെ കുട്ടി എന്ന ചെറുകഥാ സംഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇ ഹരികുമാർ. നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ ഇ ഹരികുമാർ 2020 മാർച്ചിലാണ് അന്തരിച്ചത് കേട്ടോ. അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക. ദിനോസറിൻ്റെ കുട്ടി എന്ന ചെറുകഥാ സംഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ഇ ഹരികുമാർ കേട്ടോ. 2020 ചൈനയിൽ കൊറോണ വൈറസ് കൂടാതെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വൈറസും കൂടിയുണ്ട്. ഏതാണത്? ഹാൻഡ വൈറസ് ആണ് കേട്ടോ. 2020 ചൈനയിൽ കൊറോണ വൈറസ് കൂടാതെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വൈറസ് ഏതാണ്? ഹാൻഡ വൈറസ്. ഓർത്ത് വയ്ക്കുക. അടുത്ത് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ കൊറോണ മരണം നടന്ന ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ കൊറോണ മരണം നടന്ന ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ കൊറോണ റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് നോക്കാം. മൈക്രോസോഫ്റ്റിൻ്റെ ആദ്യത്തെ ചീഫ് സയൻറ്റിഫിക് ഓഫീസറായി ആരെയാണ് നിയമിക്കപ്പെട്ടത്? എറിക് ഫോർവിറ്റ്സ്. ഓർത്ത് വയ്ക്കുക. മൈക്രോസോഫ്റ്റിൻ്റെ ആദ്യത്തെ ചീഫ് സയൻറ്റിഫിക് ഓഫീസറായി ആരെയാണ് നിയമിക്കപ്പെട്ടത്? എറിക് ഫോർവിറ്റ്സ്. അടുത്ത് നോക്കാം. ARI 516 എന്തിൻ്റെ ഹൈബ്രിഡ് ഇനമാണ്? ARI 516 മുന്തിരിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നോക്കാം. വനിതാ ദിനമായ മാർച്ച് 8 നടന്ന വിമൻ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചത് ആരാണ്? നീതി ആയോഗാണ്. ഓക്കെ, വനിതാ ദിനമായ മാർച്ച് 8 നടന്ന വിമൻ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ച ആരാണ്? നീതി ആയോഗ്. എപ്പോഴാണ് ദേശീയ സുരക്ഷാ ദിനം ആചരിക്കുന്നത്? മാർച്ച് 4 ദേശീയ സുരക്ഷാ ദിനം ആചരിക്കുന്നത്. അടുത്ത് നോക്കാം. ഇന്ത്യയിൽ സോളാർ റൂഫ് ടോപ്പ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ സോളാർ റൂഫ് ടോപ്പ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ് കേട്ടോ. ലോക നഗരങ്ങളുടെ 2020 ഉച്ചകോടി എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്? സിംഗപ്പൂർ. ലോക നഗരങ്ങളുടെ 2020 ഉച്ചകോടി എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത്? സിംഗപ്പൂരാണ്. നെക്സ്റ്റ് നോക്കാം. 2020 മാർച്ച് 19 രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രഞ്ജൻ ഗൊഗോയാണ്. ഓക്കെ, 2020 മാർച്ച് 19 രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആരാണ്? മുൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ രഞ്ജൻ ഗൊഗോയ്. രഞ്ജൻ ഗൊഗോയ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആരാണ്? രാംനാഥ് കോവിന്ദ് കേട്ടോ. രഞ്ജൻ ഗൊഗോയെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആരാണ്? രാംനാഥ് കോവിന്ദ്. നെക്സ്റ്റ് നോക്കാം. 2019 BBC ഇന്ത്യ സ്പോർട്സ് വിമൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2019 BBC ഇന്ത്യ സ്പോർട്സ് വിമൻ അവാർഡ് ലഭിച്ച ആർക്കാണ്? PV സിന്ധു. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PV സിന്ധുവിനാണ് 2019 BBC ഇന്ത്യ സ്പോർട്സ് വിമൻ അവാർഡ് ലഭിച്ചത്. അടുത്ത് നോക്കാം. കൊറോണ രോഗബാധ കണ്ടെത്തുന്നതിനായി ആൻറ്റിബോഡി പരിശോധനകൾ ആരംഭിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, കൊറോണ രോഗബാധ കണ്ടെത്തുന്നതിനായി ആൻറ്റിബോഡി പരിശോധനകൾ ആരംഭിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യ. അടുത്ത് നോക്കാം. 6ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായുള്ള പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയ പരിപാടി എവിടെ വെച്ചാണ് നടക്കുന്നത്? ലേ, ജമ്മു കാശ്മീർ. 6ാമത് അന്താരാഷ്ട്ര യോഗ ദിനത്തിൻ്റെ ഭാഗമായുള്ള പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ദേശീയ പരിപാടി എവിടെ വെച്ചാണ് നടക്കുന്നത്? ലേ, ജമ്മു കാശ്മീർ. അടുത്ത് നോക്കാം. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ കീഴിൽ എത്ര കോടി രൂപയുടെ ദുരിതാശ്വാസ പാക്കേജാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ? 1.70 ലക്ഷം കോടി രൂപ. ഓക്കെ, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ കീഴിൽ എത്ര കോടി രൂപയുടെ ദുരിതാശ്വാസ പാക്കേജാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത്? 1.70 ലക്ഷം കോടി രൂപ. നെക്സ്റ്റ് നോക്കാം. കൊറോണ വൈറസിനെതിരായ പ്രതിരോധ കുത്തിവെപ്പിൻ്റെ ആദ്യ പരീക്ഷണം എവിടെയാണ് ആരംഭിച്ചത്? US-ലാണ്. ഓക്കെ, കൊറോണ വൈറസിൻ്റെ എതിരായ പ്രതിരോധ കുത്തിവെപ്പിന് ആദ്യ പരീക്ഷണം എവിടെയാണ് ആരംഭിച്ചത്? US-ലാണ് കേട്ടോ. അടുത്ത് നോക്കാം. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിതം ആവാൻ പോകുന്നത് ഏത് ആക്ട് വഴിയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഓക്കെ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി സ്ഥാപിതമാവാൻ പോകുന്നത് ഏത് ആക്ട് വഴിയാണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. നെക്സ്റ്റ് നോക്കാം. നമസ്തേ ഓർച്ച ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? നമസ്തേ ഓർച്ച ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? മധ്യപ്രദേശ്. ഓക്കെ, മറക്കല്ലേ കേട്ടോ. നമസ്തേ ഓർച്ച ഉത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? മധ്യപ്രദേശ്. ക്യാബിനറ്റ് ഉത്സവം എവിടെ വെച്ചാണ് നടക്കുന്നത്? കൊൽക്കട്ട. ക്യാബിനറ്റ് ഉത്സവം കൊൽക്കട്ട. ക്യാബിനറ്റ് ഉത്സവം എവിടെ വെച്ചാണ് നടക്കുന്നത്? കൊൽക്കട്ടയിലാണ്. അടുത്ത് നോക്കാം. ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ 2020 എവിടെ വെച്ചാണ് നടക്കുന്നത്? കൊച്ചിയിലാണ്. ഓക്കെ, ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ 2020 എവിടെ വെച്ചാണ് നടക്കുന്നത്? കൊച്ചിയിലാണ്.
ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 എവിടെ വെച്ചാണ് നടക്കുന്നത്? ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് കേട്ടോ 2020 എവിടെ വെച്ചാണ് നടക്കുന്നത്? ഭുവനേശ്വർ. ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2020 എവിടെ വെച്ചാണ് നടക്കുന്നത്? ഭുവനേശ്വറിൽ വെച്ചാണ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മാർച്ച് മാസത്തിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നാളെ നമുക്ക് ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. അതിന് മുമ്പ് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ബൈ.